ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴായിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചിട്ടായിരുന്നു. ഗേറ്റിൽ പോവും, ബോർഡിങ് ചെയ്യും. ഞാൻ ചെക്കിങ്ങിൽ ക്യാഷ് വെച്ച് എക്സസ് ബാഗേജ് ഒക്കെ വേണം ക്യാഷ് ഒക്കെ വെച്ച്. ഇൻസ്റ്റഗ്രാം പേജ് വരെ വിജയ് ഷാമിലിനാക്കിന്. വിജയ് ഷാമിൽ. പിന്നെ അത് മാത്രല്ല, സനു നമ്മളെ ഫാമിലിത്തെ ഏറ്റവും വലിയ ചെറുക്കനാണ്. അപ്പൊ എല്ലാരും പറയും ഓനെ കണ്ട് പഠിക്കും, ഓനെ കണ്ട് പഠിക്ക്. വരീന്നൊക്കെ ഓനൊരു റോൾ മോഡലാക്കി എടുക്കാനാണ് എല്ലാരും പറയുന്നത്. അവളും കുക്ക് ചെയ്യാൻ അറിയുന്ന ആളാണ്. നന്നായിട്ട് കുക്ക് ചെയ്യും. ബട്ട് ഇതിൻ്റെ കൂടെ അവിടെ കമ്പനി ആയതിനു ശേഷം കുക്കിങ് നിർത്തി. പിന്നെ ഞങ്ങൾ പിന്നെ ഫുൾ പുറത്തുനിന്നുള്ള പരിപാടിയായി. നമ്മളൊരു കാര്യം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലല്ലേ പോകും. അതവിടെ ഇനി കുക്ക് ചെയ്യാം. അവളുടെ പേഷ്യൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ കാര്യത്തിൽ പേഴ്സണലി ഞാൻ അവൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്താലും മീൻസ് കൂടുതലും ഒരുപാട് ക്ഷമിക്കും എല്ലാ കാര്യങ്ങളും. അത് എൻ്റെ നല്ലതിനും വേണ്ടിയിട്ടാണെന്നുള്ള രീതിക്കും. ബട്ട് എൻ്റെ തെറ്റുകളുണ്ട് എന്നോട് പറഞ്ഞു തരും. അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത്. Back of my mind, I repeat them one by one. I need it when I'm falling apart, and bury my head in your hands and heart. I come undone. Want you close to me, close to me. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഫുള്ള് കാക്കന്മാരാണ്. അപ്പോൾ എനിക്കൊരു താത്താനെ കിട്ടിയൊരു ഫീൽ. പിന്നെ എല്ലാത്തിനും ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര കമ്പനിയാണ് എല്ലാ കാര്യത്തിനും. ഒരു താത്താൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്കൊരു സ്വന്തം താത്ത എന്നുള്ള രീതിയിൽ എനിക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര കൂട്ട്. എനിക്കൊരു കൂട്ടായിട്ട് കെട്ടിച്ചെടുത്താലും നീ ഇന്റെ തന്നെയാണ്, ഞാൻ ഇന്റെ തന്നെയാണ് ഇതൊക്കെ പറയും. अखियों से हाय मेरी दूर न जाना, दिल से वे हाय मेरे दूर न जाना, कि तू ही ज़माना मेरा, दुनिया ठिकाना मेरा, तू सुबह हर शाम की मैंने जिंदगी तेरे नाम की, मैंने जिंदगी तेरे नाम की। हाय तुझसे न बोली है जो बात
शाम की मैंने जिंदगी तेरे नाम की, मैंने जिंदगी तेरे नाम की, मैंने जिंदगी तेरे नाम, मैंने जिंदगी तेरे नाम की. നമ്മുടെ സാനുവിനും ചിന്നുവിനും ഹാപ്പി മാരേജ് ലൈഫ്. ഇതങ്ങനെ ലോങ് ടൈം റിലേഷൻ ഒന്നും ആയിട്ട് പോയതല്ല. ലൈക്ക് ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഡ്യൂട്ടിയിൽ കണ്ട് പരിചയമായ ആൾക്കാരാണ്.